അവൾ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരടി മുമ്പോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൾ. അത് ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. ഈ കഴിഞ്ഞ 8-ാം തീയതി മുതൽ ഇന്നലെ രാത്രി വരെ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനായിരുന്നു. അപ്പം ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത് ഏകദേശം എഴുതി കഴിഞ്ഞു, പുറത്തേക്ക് വിടാൻ പോവുകയാണ്. ഇത് പലരും വിചാരിക്കുന്നുണ്ട് ഈ വന്ന വിധിയോടുകൂടി അവൾ തളർന്നു, ഇനി അവൾ മുൻപോട്ടില്ല എന്ന്. ഒരു ഇഞ്ച് പോലും അവൾ തളർന്നിട്ടില്ല. അതിശക്തമായി തന്നെ മുൻപോട്ട് അവൾ സഞ്ചരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ ഏതറ്റം വരെ അവൾ പോകും. ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, ഇതിനപ്പുറമൊന്നും ഇനി അവൾക്ക് അപമാനം അനുഭവിക്കാനില്ല. അത്രമാത്രം അപമാനം ആ 2 മണിക്കൂർ ഒരു കാറിനുള്ളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ അപമാനം അവൾ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന രീതിയിലാണ് അവളിപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതാ? തീർച്ചയായിട്ടും അപ്പീൽ പോയിരിക്കും. അപ്പീൽ ഉറപ്പായിട്ട് പോകുമെന്നുള്ളത് അന്ന് തന്നെ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ ഔദ്യോഗികമായി അവൾ തന്നെയാണ് ഞാൻ ഇനി മുൻപോട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയേണ്ടത്. ഞങ്ങളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീൽ പോകും, നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകും. അവളെ തളർത്താമെന്ന് ഈ PR വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയോ പൈസ വാങ്ങിയ വ്യക്തിയോ ആരും വിചാരിക്കേണ്ട. ഏതറ്റം വരെയും പോകും. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ ശിക്ഷകളും കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മളെല്ലാവരും ശക്തമായി തന്നെ അവളോടുകൂടി നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും നോക്കൂ, മുൻപ് ഒരു 50% ആളുകളെ എങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധി വന്നതോടുകൂടിയാണ് കുറേ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ? സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ആ നടി ഒരിക്കലും ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടല്ല അവർ അന്ന് സംസാരിച്ചത്. ഇദ്ദേഹം സ്വയം എന്നെ തന്നെയാണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതിന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ വില്ലനിസം തീർന്നിട്ടില്ല. ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ആ വിധിയിൽ കൂടിയാണ്. അതെങ്ങനെ നേടിയെടുത്തു എന്നും അത് എന്താണ് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ധൈര്യം എന്നും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നടന്ന സമയത്ത് കൂടെ നിൽക്കാത്ത കൂടെ ഇല്ലാത്ത കുറെ ആൾക്കാർ ഇപ്പോൾ അവളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാര്യം ഇപ്പോൾ ചർച്ചയിൽ ഉൾപ്പെടെ പറയുന്നത്. സിനിമയ്ക്കുള്ളിൽ നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. പുറം ലോകത്ത് നിന്ന്, സാംസ്കാരിക ലോകത്ത് നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും, മാധ്യമങ്ങളിൽ നിന്നുമാണ് അവളോടൊപ്പം ഞങ്ങളും അവളോടൊപ്പം ഉണ്ട് എന്നൊരു കുറേ കൂടി വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പറയുന്നു. പക്ഷെ സിനിമയ്ക്കുള്ളിൽ അന്നും ഇന്നും എന്നും അവർ അയാളോടൊപ്പം തന്നെയായിരിക്കും. കാരണം അയാളുടെ കയ്യിൽ പണമുണ്ട്. ആ പണമാണ് സംസാരിക്കുന്നത്. അയാളുടെ മാർക്കറ്റ് ഇല്ലാതെയാവുമ്പോൾ, അയാളുടെ കയ്യിൽ പണം ഇല്ലാതെയാവുമ്പോൾ ഇവരുടെയൊക്കെ ഈ സംസാരമൊക്കെ നിന്നു. മഞ്ജു വാര്യർ കൂടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ ആസൂത്രണം ചെയ്ത ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ അത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അയാളെ പേടിച്ച്, അതായത് അത്തരം ഒരു ഭയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കടക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും ഈ ആളുകൾ അധികം വൈകാതെ കോടതിയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയും അയാൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് പല നടിമാരോടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞു. ആ വ്യക്തി ഇനി ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നൊരു എനിക്ക് തോന്നുന്നു. ആ ഒരു ബോധം എന്തുകൊണ്ട് കോടതിക്ക് വന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഭയം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വിധി പറയാൻ സാധിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് പറ്റില്ല. നമുക്കെല്ലാം തന്നെ ഭയമാണ്. ഇനിയും എത്ര കുട്ടികൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരും ഇത്തരം ആളുകളിൽ കൂടി എന്ന് നല്ല ഭയമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് മഞ്ജു പറഞ്ഞത് സത്യമാണ്. ഇനി ഒരു പക്ഷേ ഈ അതിജീവിത അന്ന് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സംഭവം കേസാക്കി ഇല്ലായിരുന്നുവെങ്കിൽ
ഉറപ്പാണ് അടുത്തത് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ വന്ന് വീഴാൻ പോകുന്നത്. ഭാഗ്യത്തിന് അവൾ കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവളെന്നല്ല പല പെൺകുട്ടികളും രക്ഷപ്പെട്ടത്. ആ ഒരൊറ്റ നമ്മൾ ഈ പറയുന്ന അതിജീവിത കാരണം മാത്രമാണ്. ചേച്ചി, സിനിമാ മേഖലയിലുള്ള പലരും ഇതിനൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. സ്വന്തം ഒരു സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടും പലരും ഈ വിധി വന്ന ദിവസം പോലും ഇതിൽ പ്രതികരിക്കാനില്ലെന്ന് ഈ IFFK വേദിയിൽ നടക്കം പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയെ കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യണ്ടേ? ഇല്ല, അവരൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് സിനിമ വേണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാവണം. അത് പല രീതിയിലാണ്. നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും എല്ലാവർക്കും, പ്രൊഡ്യൂസേഴ്സിന് അയാളുടെ ഡേറ്റ് വേണം. ഇപ്പോഴും ചിലപ്പോൾ OTT-യിൽ ഇയാൾക്ക് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. OTT-യിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇയാളെ വെച്ച് പടം ചെയ്യാൻ ഇനിയും നിർമ്മാതാക്കൾ മുമ്പോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. മേൽക്കോടതിയിൽ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെപ്പോഴും. ഈ കോടതിയും അങ്ങനെ തന്നെയാണല്ലോ പ്രതീക്ഷിച്ചത്. ഇത് തന്നെയായിരിക്കും ഇനി അടുത്ത കോടതിയിലും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും പിന്നെ അടുത്ത കോടതിയിലേക്ക് പോകുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയാണല്ലോ നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.